الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. സത്യവിശ്വാസിയുടെ ജീവിത വിജയം വളരെ കൃത്യമായും ഖണ്ഡിതമായും പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടത്തും പല രൂപത്തിലും പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. വിജയം എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ജീവിതത്തിലെ സ്ഥാനമാനങ്ങളോ ആദരവുകളോ മാത്രമല്ല, അനന്തമായ പരലോക ജീവിതത്തിലെ ശാശ്വതമായ വിജയവും കൂടി ഉൾപ്പെട്ടതാണ്. ദുന്യാവിൽ നാം കാണുന്ന വിജയം ഒന്നുമില്ല എന്നർത്ഥത്തിലല്ല, ദുന്യാവിലും ആഖിറത്തിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പോൾ ദുന്യാവിലെയും ആഖിറത്തിലെയും ജീവിത വിജയം വളരെ കൃത്യമായും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രസ്താവനകളുണ്ട്. ആ വിജയം ഓരോ സത്യവിശ്വാസിയായ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ പ്രകടമായി കാണാവുന്നതാണ്. അവർ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുകയും പ്രായോഗിക ജീവിതത്തിൽ പുലർന്നു കാണുകയും ചെയ്യുന്ന വിജയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിജയമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കാണാത്ത, ആശ്വാസം ലഭിക്കാത്തൊരു വിജയമല്ല. ഓരോ സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ മനസ്സിലും ആ വിജയത്തിൻ്റെ രുചി അനുഭവിച്ചറിയുകയും അവൻ്റെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ ആ സത്യവിശ്വാസത്തിൻ്റെ സൽഫലം പുലർന്നു കാണുകയും ചെയ്യുന്ന ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെയുള്ള സത്യവിശ്വാസികൾ യഥാർത്ഥത്തിൽ ആരാണ്? അവരുടെ ലക്ഷണങ്ങൾ എന്താണ്? അവരുടെ അന്തിമ ഗഹത്യ, അതായത് മഹനീയമായ താവളം അതേതാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന സൂറത്തുൽ മുഅ്മിനൂനിലെ ചില ആയത്തുകളാണ് ആദ്യമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സാധാരണ നമ്മളെല്ലാം പറയുകയാണ് നമ്മളെല്ലാം സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസത്തിൻ്റെ പല താല്പര്യങ്ങളും നമ്മൾ പൂർത്തീകരിക്കാറുമുണ്ട്. പക്ഷെ സത്യവിശ്വാസത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും പൂർത്തീകരിക്കാതെ സത്യവിശ്വാസത്തിൻ്റെ വിജയം നമുക്ക് അനുഭവിച്ചറിയുക സാധ്യമല്ല എന്നാണ് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ കൃത്യമായി പറഞ്ഞ് സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു.
അപ്പോൾ വിജയിച്ച സത്യവിശ്വാസികൾ ആരാണ് എന്ന് എടുത്തു പറയാം. അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അത്തരം ആളുകൾ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ്. അപ്പോൾ ഒരാൾ സത്യവിശ്വാസിയാണ് എങ്കിൽ ആ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവണം. നമസ്കരിക്കാൻ വന്ന് കൈകെട്ടുമ്പോൾ അല്ലാഹ് ഭയങ്കരനാണ്, എനിക്ക് പേടിയുണ്ട് എന്ന് കുനിഞ്ഞു നിൽക്കുന്ന ആ സംഗതി അല്ല യഥാർത്ഥത്തിൽ ഭയഭക്തി എന്നുള്ളത്. എനിക്ക് നമസ്കരിക്കാനുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതാ രാവിലെ ഞാൻ സുബഹി ഖളാവുന്നതിന് മുമ്പ് തന്നെ മിനിമം അത് നമസ്കരിക്കണം. അത് ഏറ്റവും അവ്വലൊക്കത്തിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതാണ് ഉത്തമം. അതിനു മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. അത് ദുനിയാവിൽ ലഭിക്കുന്ന ഏത് സംഗതിയേക്കാളും ഉത്തമമായതാണ് അത് എന്ന ഒരു ബോധം. ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അവസാനത്തെ നമസ്കാരമായിരിക്കാം, അതുകൊണ്ട് സമ്പൂർണമായി രക്ഷിതാവിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനന്തമായ വിജയം ഉറപ്പാക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയൊരു നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ചിന്തകൾ നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് ജാഗരൂകമായ ഒരു മനസ്സ്. നമസ്കാരം കഴിഞ്ഞാൽ തന്നെ ഉടനെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ മനുഷ്യനാണ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ എന്ന് പറയുന്നൊരു മനസ്സ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാതൃ കാണിച്ച രീതിയിൽ നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് അല്ലാഹുമ്മ അന്തസ്സലാം മിങ്കസ്സലാം വഇലൈക യർജുസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറകനാ തആല തഅല്ലം ദൽ ജലാലി വൽ ഇക്റാം. അങ്ങനെ ഒരുപാട് നീണ്ടുപോകുന്നു. വളരെ ഹ്രസ്വമായ ചില അത്തരം വാചകങ്ങൾ പല രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ച്, പിന്നെ നമസ്കാരത്തിൽ എൻ്റെ ആ ഫർദ് നമസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവുമോ തമ്പുരാൻ, എന്നാൽ ഞാൻ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചളയാം എന്നുള്ള ആ ഒരു മനോഭാവം. തിരക്കധികം ഉണ്ടെങ്കിൽ സുന്നത്ത് ഒഴിവാക്കും. പക്ഷേ എപ്പോഴും സുന്നത്ത് ഒഴിവാക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ നല്ല ലക്ഷണത്തിൽപ്പെട്ടതല്ല. അങ്ങനെ നമസ്കാരം ആ കൈകെട്ടി അള്ളാഹിനടുത്ത് നിൽക്കുന്നത് മാത്രമല്ല, നമസ്കാര സമയത്തെക്കുറിച്ചൊരു ബോധം, നമസ്കാരമായാൽ സമയമായാൽ എത്രയും പെട്ടെന്ന് നമസ്കരിക്കാനുള്ള ഒരു താല്പര്യം, അവൻ്റെ പ്രവർത്തനങ്ങൾ, യാത്രകൾ, ഓഫീസ്, മറ്റത് മറിച്ച് എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഉണ്ടാകും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. യാത്ര പോകുകയാണെങ്കിൽ ളുഹർ മഅ്സറും ജമാക്കാം, മഗ്രിബും ഇശാക്കും ജമാക്കാം. എന്നിരുന്നാലും ഈ ജമാക്കണമെന്ന എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് എത്തണ രീതിയിൽ യാത്ര പോകാം, അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അതുപോലെ ആളുകൾക്ക് അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നത്, പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമസ്കാര സമയം കണക്കാക്കിക്കൊണ്ട്, അതായത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൻ്റെ, അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളതിൻ്റെ തെളിവാണത്. അതായത് നമസ്കരിക്കാൻ ഞാൻ വരുന്നു എന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ഔദാര്യമായിട്ടല്ല, എൻ്റെ ഒരു ആനന്ദത്തിൻ്റെ ഒരു അനുഭൂതിയുടെ ലക്ഷണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന്. അത്റും പെണ്ണും നമസ്കാരം 3 സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. അത്ര നമുക്കൊക്കെ അറിയാം, നല്ല മണവസ്തു മനുഷ്യ മനസ്സിന് കുളിർമ ഉണ്ടാക്കുന്നതാണ്. ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ഇണകൾ നല്ല നിലയിൽ ജീവിക്കുമ്പോൾ വളരെ കുളിർമ ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷേ ഇപ്പോൾ പലയിടത്തും വളരെ ഒരു ശല്യമാണ് എന്നുള്ളതാണ്. കാരണം നല്ല നിലയിലല്ല പെരുമാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരസ്പരം പാരയും ഭാരവുമായിട്ടാണ് പലരും കഴിഞ്ഞുകൂടുന്നതെന്ന് ഓരോരുത്തരും വിഷയങ്ങളുമായിട്ട് സമീപിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കെട്ടിപ്പോയില്ലേ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് തീർത്താൽ മതി എന്നുള്ള ഒരു മനോഭാവമുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവിടെയൊക്കെ ഉണ്ടാവുന്നത് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ തീവ്രത ഇല്ലായ്മ കൊണ്ട് അള്ളാഹു തആല ഇവരെ ആ രീതിയിലേക്ക് വിട്ടേക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമസ്കാരത്തിൻ്റെ ഖുശൂഇനെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ ഖുർആനിൽ തന്നെ പല സ്ഥലത്തും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് സത്യവിശ്വാസികൾ. നിസ്കരിക്കുക എന്തായാലും വെള്ളിയാഴ്ച ജുമാ വരണം. ജുമാ നമസ്കാരത്തോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഖുതുബ. അപ്പോൾ ഖുതുബ കേൾക്കണം, എന്നിട്ട് നമസ്കരിക്കണം എന്നത് ഒരു സത്യവിശ്വാസിയുടെ വെള്ളിയാഴ്ചത്തെ പ്ലാനിൽ ഉണ്ടാവണം. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഓഫീസിലോ ബസ് സ്റ്റാൻഡിലൊക്കെ കാത്തു നിന്നിട്ട് അവിടെ ഖത്തീബ് എല്ലാം കഴിഞ്ഞ് അവസാനം അവിടെ ഇമാമ ഇഖാമത്ത് കൊടുക്കുമ്പോൾ വന്നിട്ട് കയറിയിട്ട് നമസ്കരിക്കുന്നത് ഖുശൂഇൻ്റെ ലക്ഷണത്തിൽപ്പെട്ടല്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഓടി ഇങ്ങോട്ട് വന്നിട്ട്
അവിടെ വന്ന് കിട്ടുമ്പോൾ രണ്ടടി അടിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതൊന്നും രേഖയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് അതിന് അതിൻ്റേതായ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരവുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ 9:30ക്കാണ് ഇൻ്റർവ്യൂ, 9 മണിക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 8:45 അവിടെ പോയി കാത്തുക്കും. ഒരു സംശയമില്ല. സിവിൽ സ്റ്റേഷനിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ വേറെ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂ വിളിച്ചാൽ കിട്ടുമെന്ന് ഓരോ ഉറപ്പില്ല. 4 പോസ്റ്റും 40,000 ആപ്ലിക്കൻസ് ഉണ്ടാവും. എന്നാലും അവിടെ പോയിട്ട് വേണമെങ്കിൽ തലേ ദിവസം കൊടുക്കും. തിരുവനന്തപുരത്താണ് ഇൻ്റർവ്യൂ എങ്കിൽ കോഴിക്കോട്ടുകാരൻ തലേ ദിവസം അവിടെ പോയിട്ട് സുബഹിക്ക് അവിടെ എത്തി ഓഫീസ് കണ്ടുപിടിച്ച് അതെല്ലാം ചെയ്യും. പക്ഷേ മര്യാദയ്ക്ക് എഴുന്നേറ്റ് 2 നിസ്കരിക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അപ്പം ഇങ്ങനെ അതായത് കൃത്യമായി വരണം എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നിശ്ചയിച്ചു തന്ന നിസ്കാരം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച, ആ ദിവസങ്ങളിലും പോലും ശ്രദ്ധിക്കാത്തവന് ഖുശൂഉണ്ട് ഹുദൂഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന എല്ലാത്തരം അനാവശ്യങ്ങളും. അള്ളാഹുവിന് തൃപ്തിയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുമതിയും അള്ളാഹുവിൻ്റെ തൃപ്തി ഇല്ലാത്ത എല്ലാ സംഗതികളും. അത് ആർക്കറിയാം? ആളുകൾക്കറിയാം എന്താണ് അനാവശ്യം. അത് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ചില ആവശ്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ അനാവശ്യമായിരിക്കും, ചില അനാവശ്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ അനിവാര്യമായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഈമാൻ തന്നെ അതിന് ഫത്വ നൽകും. എന്താണ് അനാവശ്യം, എന്താണ് ആവശ്യം. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം, അങ്ങനെ ജീവിതത്തിൽ പല സംഗതികളുണ്ട്. അപ്പോൾ അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അതായത് സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച പ്രകാരം നിർവഹിക്കുന്ന കൂട്ടരാണ്. നമുക്ക് കുറച്ച് പൈസ കൊണ്ട് കണക്കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കുക എന്നുള്ള സക്കാത്തിൻ്റെ ഏർപ്പാടല്ല അല്ലാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്നത്. എങ്ങനെയാണ് ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്നത്, ഖുളൂഅോട് നിസ്കരിക്കുന്നത്, നമസ്കാരത്തിൽ എങ്ങനെ നിൽക്കണം, എന്തു പറയണം, നമസ്കാരം കഴിഞ്ഞാൽ എന്തു പറയണം എന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാർഗദർശനം കാണിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്ന ആളുകളിൽ അധികവും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അഭിപ്രായം. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെയാണ് നിസ്കരിക്കുക. അതായത് പടിഞ്ഞാറോട്ട് നിൽക്കാൻ പറഞ്ഞാൽ ആരും കിഴക്കോട്ട് നിൽക്കാറില്ല, പടിഞ്ഞാറോട്ട് തന്നെ നിൽക്കുന്നു. ഇവിടെ നിന്ന് നൈജീരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിഴക്കോട്ടാക്കുക. അതായത് കഅബയുടെ അപ്പുറത്തുള്ള സ്ഥലം, ചിലത്ത് വടക്കോട്ടും തെക്കോട്ടും ഒക്കെ നിൽക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരി സഫ് ഒപ്പിച്ച് നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ നോക്കും. അതുപോലെ റസൂല് പറഞ്ഞു തന്ന, മാതൃക കാണിച്ചു തന്ന രീതിയിലാണ് നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നത്. സക്കാത്ത് കൊടുക്കാൻ ആത്മാർത്ഥമുള്ളവർ സക്കാത്ത് കൊടുക്കുന്നത് അങ്ങനെയാണ്. ആ റസൂലാണ് നമ്മളോട് പറഞ്ഞു തന്നത്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആവശ്യമില്ലാത്ത കാര്യം, വിനോദ വാർത്തകൾ, അതുപോലെ വിനോദ ഏർപ്പാടുകൾ കുറച്ചൊക്കെ ആരോഗ്യത്തിൻ്റെയും മനസ്സിൻ്റെ സംതൃപ്തിക്കും ആവശ്യമാണെന്നൊക്കെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലതൊക്കെ ആവാം. പക്ഷേ അതിലും ഒരു അതിരക്കുണ്ട്. അതിര് കവിഞ്ഞ രീതിയിൽ അധികം സമയം അതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിൻ്റെ ചിന്തയിലും ജീവിതത്തിൻ്റെ ചര്യയിലും ആവശ്യമില്ലായ്മ മാത്രം വന്നുകൊള്ളുന്ന ഒരു സ്വഭാവം ചില ആളുകളുണ്ട്. ഇന്ന് ആളുകൾ വളരെ തിരക്കായതുകൊണ്ട് ചായമക്കാനിയിലും അതുപോലെ കലിങ്ങിൻ്റെ മുകളിലും അങ്ങാടിയിലുമൊക്കെ കുത്തിയിരുന്നിട്ട് മറ്റുള്ളവൻ്റെ ഇറച്ചി തിന്നാൻ സമയം കുറവാണ്. പക്ഷെ എങ്കിലും ഇവിടെയൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്നത് സൽവാർത്തകളോ സൽപ്രവർത്തനങ്ങളോ അല്ല. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളേക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞ് അവരുടെ അമൽ പൊളിച്ചു കളയുന്ന രീതിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവപൂർവ്വം സൂക്ഷിക്കുന്നവരാണ് അവർ. പിന്നെ സക്കാത്ത് നൽകുന്നതിനെ കുറിച്ച്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അവരുടെ ചാരിത്രശുദ്ധി സൂക്ഷിക്കുന്നവരാണ്. അവരുടെ ജൈവശാസ്ത്ര അനിവാര്യമായ ഒരു സംഗതിയാണ് ലൈംഗിക വികാരം ശമിപ്പിക്കുക എന്നുള്ളത്. അത് മനുഷ്യന് സ്വതേ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പ് ആ നിലയിലാക്കിയിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന്മാരെ ഇണയായി മാറ്റിയിട്ട് ഇണയും തുണയും ഇണചേർന്ന് പുതിയ തലമുറ ഉണ്ടാവുക, അതിന് ലൈംഗിക ബന്ധം വളരെ പവിത്രവും പരിപാവനവുമായ ഒരു സംഗതിയായി സദാചാരത്തിൻ്റെ ചട്ടക്കൂടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിക്കാഹിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ വിവാഹത്തോട് അനുബന്ധിച്ചുള്ള ഉണ്ടാവുന്ന ഭാര്യ, അല്ലെങ്കിൽ അത് നമുക്ക് ബാധകമല്ല. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, അതായത് ഇപ്പോൾ അടിമകളില്ല. പണ്ട് കാലത്ത് അടിമകളുണ്ടായിരുന്നപ്പോൾ അത് വളരെ പ്രസക്തമാണ്. ചിലരിത് കേൾക്കുമ്പോൾ വലങ്കൈ ഉടമയാക്കിയ
ആളുകളെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കീഴിൽ ജോലി ചെയ്യണവരെ പറ്റും ഉസ്താദ് എന്നൊക്കെ ചോദിക്കണം മിടുക്കന്മാരൊക്കെ ഉണ്ട്. ആ വക പൂതിയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളൊന്നും അനുവദിച്ചില്ല. പണ്ട് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്തുള്ള ഒരു സംഗതിയാണ് ഇത്. ഇവിടെ നിലനിർത്തിയിരിക്കുന്നതിന് അള്ളാഹുവിന് നമ്മളെക്കാൾ വിവരം ഉണ്ട് എന്ന് എന്തായാലും സമ്മതിക്കാമല്ലോ. അള്ളാഹുവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. കാരണം വരും കാലങ്ങളിൽ ഒരു പക്ഷേ ഇങ്ങനെ യുദ്ധതന്ത്രങ്ങളിൽ അടിമ സമ്പ്രദായം തിരിച്ചു വന്നാൽ അത് സത്യവിശ്വാസി സമൂഹത്തിന് ഒരു ആശ്വാസമായിരിക്കും. കാരണം നമ്മളെ ആളുകളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയാൽ എതിരാളികളെയും അടിമകളായി പിടിച്ചിട്ട് അടിമ മോചനത്തിന് വേണ്ടിയുള്ള കരാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത് ആവശ്യമാണ്. ഇത് പൂർണ്ണമായി അങ്ങ് നിരോധിച്ചു പോയാൽ അടിമകളായി പിടിച്ചുകൊണ്ട് നമ്മൾ നിസ്സഹായരായി നിലനിൽക്കേണ്ടി വരുമെന്നത് വളരെ ഗഹനമായി പണ്ഡിത ലോകം പഠിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇല്ലാത്തൊരു സംഗതി, ആവശ്യമില്ലാത്ത ആ സംഗതിയിൽ മാറിക്കലാണ് നല്ലത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും അവരവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചെന്ന ഭാര്യമാരിൽ മാത്രം അവരുടെ ലൈംഗികാവശ്യം പൂർത്തീകരിക്കുന്ന സദാചാരത്തിൻ്റെ ചട്ടക്കൂട് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് എന്ന്. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ വല്ലദീന ഹും അലാ സലവാതിഹിം യുഹാഫിളൂൻ. അതായത് അവരുടെ വാഗ്ദാനങ്ങളും അതുപോലെ നേർച്ചകളുമൊക്കെ നിറവേറ്റുന്നവരാണ്. ഈ പറഞ്ഞ സംഗതികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അത് ചെയ്തു കൊള്ളാം എന്നതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഇതെല്ലാം പടച്ച തമ്പുരാനെ നീ പറഞ്ഞത് കേട്ടിരിക്കുന്നു, നീയാണ് യജമാനൻ, സൃഷ്ടാവ്, സംരക്ഷകൻ, നാഥൻ എന്നുള്ളത് സമ്മതിച്ചിരിക്കുന്നു, ഞാൻ അതിന് സാക്ഷിയാണ്. അപ്പോൾ അത് ഒന്നാമത്തെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള മറ്റെല്ലാ സംഗതികളും, അതായത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അമാനാത്സ്, ഉത്തരവാദിത്വം, ആഹദ്, കരാർ. ഉത്തരവാദിത്വവും കരാറും വാക്കുകളിൽ വ്യത്യാസമാണെങ്കിൽ ഏതാണ്ട് സംഗതി ഒന്ന് തന്നെ. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഒരു കരാറ് ഉറപ്പിക്കില്ല. ഒരാൾ പ്രസിഡന്റായി തിരഞ്ഞെടുത്താൽ അയാൾ മനസ്സുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കരാറാണ്. സത്യപ്രതിജ്ഞ ചെയ്താലും ഇല്ലെങ്കിലും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രസിഡന്റായാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളണം എന്നതിനെ സംബന്ധിച്ച് ഒരു കരാറുണ്ട്. ലിഖിതവും അലിഖിതവുമായ കരാറുകൾ സ്ഥാനമാനങ്ങളെ ബന്ധപ്പെടുത്തിയുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കരാറ് പാലിക്കുകയും എന്നിട്ട് ഒരിക്കൽ കൂടി പറയുന്നു അല്ലാ സലവാതിഹിം യുഹാഫിളൂൻ. ആദ്യത്തെ നമസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള ഖുശൂവിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ എല്ലാ നമസ്കാരങ്ങളും അതിൻ്റെ കൃത്യതയോടെ അനുഷ്ഠിക്കുന്ന ആളുകളാണ് എന്നുള്ള, എല്ലാ നമസ്കാരവും കൃത്യതയോടെ അനുഷ്ഠിക്കുന്ന ആളുകൾ. അപ്പോൾ ഫർള് നമസ്കാരത്തിൻ്റെ കാര്യമാണ്. ഫർളിനോടൊപ്പം തന്നെ വളരെ പ്രബലമായ സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് മുഅക്കദത്ത്, വളരെ പ്രബലമായ സുന്നത്ത്, ഉറപ്പിച്ചു പറഞ്ഞ സുന്നത്തുകളുണ്ട്. അതിൻ്റെ അപ്പുറമുള്ള ചില സുന്നത്തുകളുണ്ട്. പിന്നെ നാഫിലത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് ബന്ധപ്പെടാൻ സത്യവിശ്വാസിക്ക് ഏറ്റവും ഉത്തമമായൊരു വഴിയാണ് അല്ലാഹുവായിട്ടുള്ള മുലാഖാത്ത്, ഈ നമസ്കാരം. അപ്പോൾ ആ നമസ്കാരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിൻ്റെയും അനുഭൂതിയുടെയും സംഗതിയാണ് എന്നുള്ളത്. അപ്പോൾ എണ്ണി പറഞ്ഞ് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവണം, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, സകാത്ത് കൊടുക്കണം, അതുപോലെ തന്നെ ചാരിത്ര ശുദ്ധി എപ്പോഴും സൂക്ഷിക്കണം. അതിൻ്റെ അപ്പുറം ആരെങ്കിലും അക്കാര്യത്തിൽ ശ്രമം നടത്തിയാൽ അവർ അക്രമികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കരാറുകൾ, ഉത്തരവാദിത്വങ്ങൾ, അതൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു സ്വഭാവം സത്യവിശ്വാസികൾക്കുണ്ട് എന്നത്. പിന്നെ നമസ്കാരം കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം സൂക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ എണ്ണി പറഞ്ഞ് ഈ ഖുതുബയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ സംഗതി നിങ്ങൾക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നില്ല. ഈ സൂറത്തിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. സൂറത്തുൽ മുഅ്മിനൂൻ വളരെ ഹൃദയസ്പർക്കായി സത്യവിശ്വാസിയുടെ ഒരു സൂറത്താണ്. അൽ മുഅ്മിനൂൻ എന്നാണ് അതിൻ്റെ പേര് തന്നെ, സത്യവിശ്വാസികൾ. അത് നമ്മളെ വളരെ ആശ്വാസത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, ആശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു സൂറത്താണ്. ആ സൂറത്തിൽ എണ്ണി പറഞ്ഞ സ്വഭാവങ്ങൾ എന്നിലെത്തിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും കൃത്യമായി തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അങ്ങനെ പഠിച്ച് പരിശോധിച്ച് ജീവിത വിജയം നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ കമാ അസ്നൈത നഫ്സഹു ലക്കൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്.
أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത് നിരന്തരമായും പറഞ്ഞുകൊണ്ടിരുന്നാലേ ഈ ആളുകൾക്ക് സൂക്ഷ്മതാബോധം ഉണ്ടാവുള്ളൂ എന്ന് ആളുകളുടെ മനസ്സിനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ തഖ്വ കൊണ്ടുള്ള വസിയത്ത് നിർബന്ധമായും കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നാം പറഞ്ഞുകൊണ്ടുവന്ന സംഗതി സത്യവിശ്വാസികളുടെ, വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമസ്കരിക്കാൻ ആഗ്രഹമുള്ളവരാണ്. നമസ്കാരം അല്ലാഹുവിൻ്റെ റസൂൽ കാണിച്ചതുപോലെ നടത്തുന്നു. അതുപോലെ അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞേക്കാൻ പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ റസൂൽ കാണിച്ചതുപോലെ ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാൽ സക്കാത്ത് റസൂൽ എത്ര കൊടുത്തിരിക്കുന്നത് ഞങ്ങളോട് കണക്കെല്ലാം അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. പിന്നെ അടുത്ത് പറഞ്ഞത് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഇവിടെ ഈ ചാരിത്രശുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതി വിവാഹമാണ്. അതായത് ചാരിത്രശുദ്ധി സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ വിവാഹത്തിലൂടെ മാത്രമേ ചാരിത്രശുദ്ധി നിലനിർത്താൻ പറ്റുള്ളൂ. ഈ സക്കാത്തും നമസ്കാരവും പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് നിക്കാഹ്. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇതൊരു ഇബാദത്താണ് എന്നാണ്. വിവാഹം ഒരാഘോഷമല്ല, ഒരാരാധനയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ്. പണ്ഡിതന്മാർ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ ഇവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത്, നിങ്ങൾ നിസ്കാരത്തിൻ്റെ ഖുശൂവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, അപ്പം നിസ്കാരം അല്ലാഹ് പറഞ്ഞതുപോലെ ആവാം, വിവാഹം അല്ലാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്നതുപോലെ ആവാൻ പറ്റില്ല. സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞെടുത്തേ അല്ലാഹുവിൻ്റെ റസൂൽ വിവാഹം ഏത് രീതിയിൽ നടത്തണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ വംശത്തിൻ്റെ അടിസ്ഥാന നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ്. വളരെ ലളിതമായി സമൂഹത്തിന് ഭാരമാവാതെ ചെയ്യണമെന്ന് അല്ലാഹു നിർദ്ദേശിക്കുകയും റസൂൽ ഒരുപാട് പ്രാവശ്യം സ്വന്തം ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും ഒക്കെ നടപ്പാക്കി കാണിക്കുകയും ചെയ്ത ഒരു സംഗതിയാണ്. വിവാഹം ആഘോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നിസ്കരിക്കാൻ എന്നാലും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ആവാം, സക്കാത്ത് കൊടുക്കാം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ആവാം. പക്ഷേ ഈ കല്യാണം എന്ന് പറയുന്നത് അത് നമ്മളെ ഒരു പ്രശ്നം, അങ്ങോട്ട് വിട്ടേക്ക്, അത് ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കും. ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ മനോഭാവം. വലിയ അത്യാചാരങ്ങളും മഹാ ആഡംബരതകളുമാണ് ഈ കാര്യത്തിൽ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബീഹാറിലെ ഒരു MLA-യുടെ കല്യാണം, മുസ്ലിം MLA-യുടെ കല്യാണം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിമാനത്തിൽ വന്നിറങ്ങി ചുവന്ന പരവതാനിയിൽ നടന്നു വരുന്ന ഒരു സംഗതി ഇന്നലെ ഒരു പത്രത്തിൽ വന്നു. 1 കോടി രൂപ ചെലവ്. 1 കോടി രൂപ ചെലവാക്കി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമായ ബീഹാറിലെ ഏറ്റവും ദരിദ്രമായ ഒരു ജില്ലയിലെ ഒരു മുസ്ലിം MLA സ്വന്തം വിവാഹത്തിന് 1 കോടി രൂപ ചെലവാക്കിയെന്ന് പത്രത്തിലൊക്കെ വന്നു. പരവതാനി, ചുവന്ന പരവതാനി, ഒരു ഹെലികോപ്റ്ററും നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളും ഇവരൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് പത്രത്തിൽ ഫോട്ടോയുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഈ അടുത്ത ദിവസം ഇവിടെ ഒരു വിവാഹം നടത്തിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, മൈതാനത്ത് പന്തലിട്ട് 15 ലക്ഷം രൂപ AC വെച്ചു. ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇത് സാമൂഹ്യമായ അനാചാരമാണ്, അത്യാചാരമാണ്, ആഡംബരതകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആരാധനയായി പ്രഖ്യാപിച്ചു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു സംഗതിയെ നമ്മളൊരാഘോഷമാക്കി എടുത്തിട്ട് അടിച്ചു പൊളിച്ച് തോന്യാസം കാണിക്കുന്നത് സമൂഹത്തിൽ അത്യാചാരങ്ങളുടെ, അനാചാരങ്ങളുടെ ഒരു കുത്തൊഴുക്കിൻ്റെ ലക്ഷണമാണ്. സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയില്ലെങ്കിൽ സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാശം ഉണ്ടാവും. അത് കൈകൊണ്ട് തന്നെ തടയണമെന്നാ. ചിലപ്പോൾ കൈകൊണ്ട് ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് കൈകൊണ്ട് തടയാൻ പറ്റില്ല. അത് പക്ഷെ നാക്കൊണ്ട് തടയാൻ പ്രശ്നമൊന്നുമില്ല. അഭിപ്രായം പറയാം, എഴുതാം. അപ്പോൾ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ ഇത് ലേശം ഒരു വിഷമം പിടിച്ച സംഗതിയാണ്. നിങ്ങൾ നമസ്കരിക്കൂ, നോമ്പ് പിടിക്കൂ, സക്കാത്ത് കൊടുക്കൂ, ഹജ്ജ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് വലിയ വിഷമമൊന്നുമില്ല. അതയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അത് അതിന് യത്തീംഖാന നടത്താനുള്ള പേരാണ്. അദ്ദേഹം 10,000 കുട്ടികളെ സംരക്ഷിക്കുന്ന 4-5 യത്തീംഖാനകളുടെ ചെയർമാനാണ്.
എവിടെ ചെന്നാലും അദ്ദേഹത്തിനുള്ള സീറ്റ് കിട്ടും. അദ്ദേഹം ഇന്ന സംഘടനയുടെ ഇത്ര സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഇത്ര മറ്റേ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയുടെ നേതാവാണ്, പ്രസിഡന്റാണ്. ഭൗതികമായ സ്ഥാനമാനങ്ങൾ ഉണ്ടാവും. പക്ഷെ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിച്ചാൽ ഒരു ഭൗതികമായ അംഗീകാരം കിട്ടില്ല, മാത്രമല്ല എല്ലാവരുടെ അടുത്തും ചീത്തയും കിട്ടും. ഇത് ലേശൊരു വിഷമമുള്ള സംഗതിയാണ്. നാട്ടിൽ നടക്കുന്ന നമ്മുടെ കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും നമ്മളെ കുടുംബമുള്ള ഉൾപ്പെടെയുള്ള ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾ അത്യാചാരങ്ങളാണ്, ആഡംബരതകളാണ്, അനാവശ്യമാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൽപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞാൽ വെറുപ്പുണ്ടാവും, പ്രയാസം ഉണ്ടാവും. പക്ഷെ എത്ര പ്രയാസപ്പെട്ടാലും നമുക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അവസാന ശ്വാസം വരെ സാമൂഹ്യാനാചാരങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പണ്ഡിതന്മാരും ബോധമുള്ളവരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. വിവാഹത്തിൻ്റെ പേരിൽ എന്തെല്ലാം തരം തോന്നിയാസങ്ങളാണ് നാട്ടിൽ നടക്കുന്നതെന്ന് ലിസ്റ്റ് ചെയ്യാതെ എനിക്കറിയാം. നിങ്ങൾക്കറിയാം, ഞാൻ ലിസ്റ്റ് ചെയ്ത് പറയാതെ അറിയാം. ഞങ്ങൾ ഒരുപാട് തരത്തിലുള്ള പേരുകളാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നാൽ ആലോചന, നിശ്ചയം, പിന്നെ മൈലാഞ്ചി കല്യാണം, പിന്നെ നിക്കാഹ്, പിന്നെ മൂടിയും പണവും, ചിലയിടത്ത് മറുവീട് പോക്ക്, അടുക്കള കാണൽ, അമ്മായി തക്കാരം, പിന്നെ ഓരോരുത്തരുടെ പേര് അളിയൻ തക്കാരം, ഇങ്ങനെ ഒരു ലിസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ വെറുതെ പറയണമല്ല. നല്ല സത്യവിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, ദീനിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്വന്തം മകളുടെ മകൻ്റെ കല്യാണം വരുമ്പോൾ പ്രശ്നമാണ്. കാര്യം അവന് സാമൂഹ്യമായ ചില സ്റ്റാറ്റസ് ഉണ്ട് എന്നാണ് ധരിക്കുന്നത്. വെപ്പ് നമ്മളിങ്ങനെ ധരിച്ചതുകൊണ്ടുണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. സാമൂഹ്യമായി നമ്മൾ പറയും, ചിലർ ആളുകൾ മഹാൻ മഹാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലർക്കറിയാം, ചിലർ അപ്പുറത്തുനിന്ന് പറയണം എന്തു മഹാൻ, ഓനത് തിരിയാത്തോണ്ടാ. അപ്പോൾ ആളുകളുടെ മുന്നിൽ ആളാവാനുള്ള പൊങ്ങച്ചത്തിൻ്റെ ഒരു വേദിയായി, ഒരു പരിപാവനമായ ഒരു ഇബാദത്തിനെ അധപ്പതിപ്പിച്ചിട്ട് നാട്ടിൽ അനാചാരങ്ങളും അത്യാചാരങ്ങൾ കുടികൊള്ളുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുകയും അത് തെറ്റാണെന്ന് പറയുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ കടമയിൽ പെട്ട സംഗതിയാണ്. വർഷത്തിൽ എല്ലാ കാലത്തും കഴിയാത്തത് കൊണ്ടാവാം മെയ് മാസം MSS അതൊരു ക്യാമ്പയിനായിട്ട് എടുത്തിട്ടുണ്ട്. സാമൂഹ്യാനാചാരങ്ങൾക്കെതിരെ സത്യവിശ്വാസികളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ഉത്തമമായ ഒരു സാലിഹായ അമലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും കിട്ടില്ല, നല്ല വാക്കും കിട്ടില്ല, വേറെ പണിയൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയല്ലോ. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഗൗരവമുള്ളൊരു സംഗതിയാണ്. എപ്പോഴും ആലോചിക്കാനുള്ള, വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരാരാധനയാണ്, ആഘോഷമല്ല. അതായത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്കറിയാം, എല്ലാ കല്യാണത്തിനും ഇങ്ങനെ മൗലവിമാരോ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അത് നിങ്ങൾ കേൾക്കാറുണ്ട്. അതായത് ആണും പെണ്ണൊക്കെ സൃഷ്ടിച്ചിട്ട് നിങ്ങളെ കൂട്ടി യോജിപ്പിക്കാനുള്ള വികാര വിചാരങ്ങളും സ്നേഹവും കാരുണ്യമൊക്കെ സ്ഥാപിച്ചത് അള്ളാഹുവിൽ ദൃഷ്ടാന്തമുണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന് വേണ്ടി നിശ്ചയിച്ചൊരു സംഗതിയാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ഒരുപാട് ഒരു 5 വീഡിയോ വെച്ച് കറക്കണ വിവാഹ പന്തലിൽ നിന്ന് മൗലവിയുടെ വായിലൂടെ വരുന്ന വാക്കുകൾ ഇതാണ്. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആണെന്നും പെണ്ണിൽ നിന്നൊക്കെ മക്കളുണ്ടാക്കിയൊക്കെ തന്നതേ, നിങ്ങൾ ആണായും പെണ്ണായും ഒക്കെ ഇവിടെ വിഭജിച്ചതേ അള്ളാഹാണ്. പക്ഷെ അവിടെ ചെന്നിരുന്നിട്ട് മൗലവിക്ക് ഇത് പറയണം, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹിനെ സൂക്ഷിക്കുക. ഇവിടെ അള്ളാഹിനെ സൂക്ഷിക്കുന്നത് പ്രകടമായി. അപ്പോൾ സത്യവിശ്വാസം ജീവിതത്തിൽ പ്രകടമാകുന്നില്ലെങ്കിൽ അത് കാപട്യമുണ്ട് എന്നാണ്. സത്യവിശ്വാസം ജീവിതത്തിൽ പ്രകടമാണെന്നതാണ്. നിസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ നിസ്കരിക്കുക, നമ്മൾ പേഴ്സണൽ കാര്യമാണ്, പൈസ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാം. പക്ഷെ സോഷ്യൽ സ്റ്റാറ്റസ് താന്നു പോകുമെന്ന് വിചാരിക്കുന്നിടത്ത് ഒതുങ്ങിക്കൊടുക്കുകയും ആർഭാടാലങ്കാരമായ സമൂഹത്തിൽ ലളിതമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ ലേശം ഒരു ധൈര്യം വേണം, നട്ടൽ വേണം. പിന്നെ അനുഷ്ഠിച്ചു വന്ന ആചാരങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ ആർജവം, ഈമാനികമായ ആർജവം തന്നെ വേണം. അത് ഓർത്തേ പറ്റൂ എന്നുള്ള, ഇല്ലെങ്കിൽ നാശം, വളരെ വലിയ നാശം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള.
ഈ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടിയിട്ട് അത് നമ്മുടെ ഇബാദത്തുകളെ പോലും മറ്റു ഇബാദത്തുകളെ പോലും ബാധിക്കുന്നുണ്ട്. പൊങ്ങച്ചം, ഒരുപാട് സദ്യ വെച്ച് വിളമ്പുക. അള്ളാന്റെ റസൂലിനെ പറഞ്ഞു വെച്ചത് ഭൂമിയിൽ സദ്യ വെച്ച് വിളമ്പാൻ പഠിപ്പിക്കാനാണെന്ന് തോന്നുന്നു. ഈ സത്യവിശ്വാസികളുടെ പ്രകടനം കണ്ടാൽ ആളുകൾ ഇങ്ങനെ സദ്യയോട് ഇതൊക്കെ വെച്ച് വിളമ്പിയിട്ട് മനുഷ്യന്മാർ എന്തപ്പം അതുകൊണ്ടൊക്കെ കുറെ പൈസ നഷ്ടമൊന്നുമല്ലാതെ എന്താ ഉണ്ടാവുക? അന്നേരം ഒരു കോളർ പൊക്കാൻ പൊങ്ങച്ചുണ്ടാവും. ഇത് ഉള്ളവനിത് ചെയ്യുമ്പോൾ ഇല്ലാത്തവൻ ഇങ്ങനെ വെള്ളത്തിനായിരുന്നു. 3 മക്കളാണേ, കണ്ണ് കാണാൻ വയ്യാത്താണ്, വിവാഹപ്രായമായിരിക്കുന്നുണ്ട്, സഹായിക്കണേ, ഉടനെ പോക്കറ്റ് കയറ്റിട്ട് എടുത്ത് എറിഞ്ഞു കൊടുക്കും. മിക്കവാറും പള്ളികളിലൊക്കെ ഉണ്ടാവും. ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ തെണ്ടിയിട്ട് ഇത് ചെയ്യാൻ നടക്കുന്നു. വേറെ വിഭാഗം ആളുകൾ ഉള്ളത് കൊണ്ട് അടിച്ചു പൊളിച്ച് ദൂർത്ത് കാണിക്കുന്നു. ഈ സമൂഹത്തിൽ ഇതെല്ലാം നടമാടുമ്പോൾ സമുദായത്തിൻ്റെ ഉദ്ധാരണ പ്രവർത്തനമായി നടക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ബോധവൽക്കരണം നടത്താനും ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ തിരക്ക് പിടിച്ച ഈ ആർഭാട ജീവിതത്തിൽ പലരും അത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. മറന്നു പോകുന്നവരെ ഓർമ്മപ്പെടുത്താനും വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് നല്ലൊരു സംഗതിയാണ്. കഴിവിൻ്റെ പരമാവധി ആളുകളുടെ ശ്രദ്ധയിൽ വരുമല്ലോ. നേരത്തെ പറഞ്ഞില്ലേ, തഖ്വ സിയത്ത് എല്ലാ ആഴ്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആൾക്ക് ഒരു ബോധം ഉണ്ടാവും, ഒരു ഓർമ്മ ഉണ്ടാവും. അതുപോലെ സാമൂഹ്യ അനാചാരങ്ങൾ നമ്മുടെ ഇതിൽ പെരുകുന്നു. വിവാഹത്തോടനുബന്ധിച്ചുള്ള അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, വീടുണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത കുടുംബക്കാരെ കുറിച്ച് ചെറിയൊരു ആഹാരം കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ആവുസ്വാമി. ഇപ്പോൾ വിവാഹത്തെ പോലെ ഒരു വലിയൊരു സംഗതിയാണ്. പിന്നെന്താ, ഇപ്പോൾ ഹജ്ജിൻ്റെ സീസൺ വരാൻ പോകണം. ഇനി ഹജ്ജിന് പോണവർക്ക് പന്തൽ കെട്ടിയിട്ട് സൽക്കാരം. ആളുകൾക്കൊരു തരം സൽക്കാര പിരാന്താണ്. ഇത്തരം പിരാന്തൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച സംഗതിയല്ല. എങ്ങനെ നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടുന്നു, എങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടുന്നു, എങ്ങനെ നിക്കാഹ് കഴിക്കണം എന്ന് പറഞ്ഞ് കാണിച്ചു തന്നപ്പോൾ അത് പറ്റില്ല, അത് മുഹമ്മദ് ചെയ്താൽ മതി, നമ്മൾ നോക്കാവുന്നതാണ്. നമ്മളങ്ങനെ നാക്കെടുത്ത് പറയുകയോ പ്രസ്താവന എടുക്കുകയോ ചെയ്യാതെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ ചെയ്യാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പറയുമ്പോൾ ലേശം വിഷമുണ്ടാവും. പക്ഷെ വിഷമിച്ച സംഗതികൾ ചെയ്ത് കഴിയുമ്പോൾ അതിന് പ്രയോജനം ഉണ്ടാവും. അത് അള്ളാഹുവിനടുത്ത് അംഗീകാരമുള്ള സംഗതിയാവും. വിവാഹപ്രായമായ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗളു ലിൽബസരി വഅഹ്സനുൽ ഫർജ്. പ്രവാചകൻ പറഞ്ഞ്, യുവാക്കളുടെ സമൂഹമേ, പ്രായമായാൽ കല്യാണം കഴിച്ചോളൂ. അവന് പ്രായമാവൊന്നും കല്യാണം കഴിക്കണമെന്നുള്ള ഒരു ബോധത്തോടു കൂടി ചെറിയ കുട്ടിയെ വളർത്തുന്ന രക്ഷാകർത്താവ് അങ്ങനെ തന്നെ വളർത്തണം. ഞാൻ കുറച്ച് സ്ത്രീധനം വാങ്ങിയാണ് കഴിച്ചത്, എൻ്റെ 4 ആൺമക്കളുണ്ടെങ്കിൽ കഴിച്ചില്ല, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈവാഹിക ജീവിതത്തിന് വേണ്ടത് ഞാനൊന്നും നിർദ്ദേശിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് ആൺകുട്ടികളുടെ വാപ്പമാർ ചിന്തിച്ച പിന്നെ രക്ഷയൊന്നുമില്ലല്ലോ. അപ്പോൾ അവരാണ് ശ്രദ്ധിക്കേണ്ടത്. റസൂൽ അങ്ങനെയാ പറഞ്ഞത്. അന്തസ്സും അഭിമാനവും അങ്ങനെ നിലനിർത്തണം. പെണ്ണിൻ്റെ പൈസ വാങ്ങിയിട്ട്, പെണ്ണിൻ്റെ സ്ത്രീധനം വാങ്ങിയിട്ട്, പെണ്ണിൻ്റെ കുടുംബക്കാരെന്തെങ്കിലും കൊടുക്കുന്നതിനൊന്നും ഇസ്ലാം എതിരൊന്നുമല്ല. പക്ഷേ അത് ഇവിടെ വലിയൊരു സാമൂഹ്യ അനാചാരമായി പോയിരിക്കുന്നു. സ്ത്രീധന സമ്പ്രദായം നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ്. സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. എല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളും അതിനെതിരെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ നാട്ടിലിപ്പോഴും ഇത് നടക്കുന്നുണ്ട്. ഇതൊരു സത്യം തന്നെയല്ലേ? ചിലർക്ക് ഫ്രിഡ്ജ്, ചിലർക്ക് AC, ചിലർക്ക് അറ, ചിലർക്ക് പറ. ഞാനത് വളരെ ഈ മെമ്പറിനൊരു പവിത്രതയുണ്ട്. അത് പോലും തള്ളിക്കളയുന്ന രീതിയിലാണ് ആളുകളുടെ ഈ രീതിയിലുള്ള ഓരോ സംഗതികളുടെ ലിസ്റ്റ്. എന്തെല്ലാം തരത്തിലുള്ളതാണ്. ഇതൊക്കെ വളരെ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുടുംബത്തിന്. വളരെ ആഘോഷപൂർവ്വം കല്യാണം കഴിച്ചിട്ട് അവസാനം വീട് വിട്ട് കടം വിട്ടേണ്ടി വന്ന ചില സുഹൃത്തുക്കൾ എനിക്കറിയാം. കല്യാണമൊക്കെ കുടുംബക്കാരുടെ കൂടെ നിന്ന് കാര്യമായി കഴിച്ചിന്, പക്ഷെ പിറ്റേന്ന് മുതൽ മൂപ്പർക്ക് നെഞ്ചുവേദനയാണ്, നിവൃത്തിയില്ല. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഒരു നേരത്തെ മര്യാദയ്ക്ക് ആഹാരം പോലും കിട്ടാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. നല്ല വസ്ത്രം കാണാത്ത ആളുകളുള്ളപ്പോഴാണ് 1 മണിക്കൂർ നേരത്തേക്ക് 75,000 80,000 രൂപയിലാക്കിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രം ഉപയോഗിക്കാൻ 50,000-ന് മുകളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. 5,000-ന് മുകളിൽ ധരിച്ചാൽ പോലും അനുവദിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. എന്ത് തരം തോന്നിയാസവുമാവാം എന്നതാണ് ഏറ്റവും കൂടുതൽ ധൂർത്തിൻ്റെ സ്വന്തം സമുദായമായി മാറിയിരിക്കുന്നു.
ആഭരണങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. ഇങ്ങനെ ഏതേത് തരത്തിൽ ഈ വക വിഷയങ്ങളിൽ പൊങ്ങച്ചവും അഹങ്കാരവും താൻ പോരുമയും ലോകമാന്യതയും കാണിക്കാൻ പറ്റും, അതെല്ലാം കാണിച്ചിട്ട് അല്ലാഹു അക്ബർ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ല അർത്ഥം ഉണ്ടത്? നീ മഹാനാണ്, എൻ്റെ ജീവിതം നിനക്കുള്ളതാണ് തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം നിനക്കുള്ളതാണ് തമ്പുരാനെ. പറഞ്ഞതിനൊരു ഉളുപ്പുണ്ട്. അറബി ഭാഷയായതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാത്തത്. ചിലപ്പോൾ ഹൃദയം തന്നെ മരിച്ചു പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും പിന്നെ അങ്ങോട്ടൊന്നും കയറൂല. അറബി ഭാഷയിൽ ഇത് പറയണതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം നിനക്കുള്ളതാണ് തമ്പുരാനെ. അവനൊരു പ്രവാചകനയച്ച് പ്രവാചകൻ ഒരു ഇബാദത്ത് നിസ്കാരം പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു സംഗതിയായി എടുത്തു പറഞ്ഞ് അത് ചെയ്ത് കാണിച്ച്, എന്നിട്ട് സത്യവിശ്വാസികളാണെന്നുള്ള ലിസ്റ്റിൽ നമ്മളും പെട്ട് സ്വർഗവും ആകത്തിരിക്കുമ്പോൾ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഈ പ്രശ്നം കേട്ടോ. ഒന്നുമില്ലാതെ രോഗമൊക്കെ വെച്ചെന്ന് അല്ല 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 എന്ന് പറഞ്ഞ് നടന്നോളേ. എന്തെങ്കിലുമൊക്കെ ചില്ലറ കിട്ടുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്ക് ഈ വേണ്ടാതീനൊക്കെ തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ എടുക്കണം. നമ്മുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ നമുക്ക് ആഘോഷം രണ്ടാ പ്രഖ്യാപിച്ചത്. അത് തന്നെ അടിച്ചു പൊളിക്കാനല്ല. അല്ല മഹാനാണ്, അല്ല മഹാനാണ്, അല്ല മഹാൻ എന്ന് ആലോചിച്ച് നോക്കിയേ. നിവൃത്തിയില്ലല്ലോ. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? 2 പെരുന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാനാ പറഞ്ഞത്. ആ ആഘോഷത്തിൻ്റെ ഒരു സ്വഭാവം നോക്കിയേ, വിനയം കാണിക്കാൻ. നീ മഹാനാണ്, ഞാനൊരു സാധുവാണ്, എനിക്കെന്താ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാൾ പടച്ചവനെ, എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെ ആവർത്തിച്ച്. അതുകൊണ്ട് നിനക്ക് ഹംദ്, നിനക്ക് സ്തുതി എന്ന് പറയാനാണ് പഠിപ്പിച്ചത്. അടിച്ചു പൊളിച്ച ആഘോഷവും ആർഭാടപൂർണമായ ഒരു ജീവിതവും പൊങ്ങച്ചം കാണിച്ച ഒരു നടപ്പും അതൊക്കെ ദുർപ്രവർത്തനങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു. അതുമായിട്ട് അതിൻ്റെ രേഖയുമായിട്ട് പോയി സ്വർഗം നേടിക്കളയാം എന്നാരും വിചാരിക്കേണ്ടതില്ല എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് പറയപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഗൗരവപൂർവ്വം ഉലായിക ഹുമുൽ ആദൂൻ, ആവശ്യമില്ലാത്ത സംഗതി ഉണ്ടല്ലോ അതിലേക്കൊക്കെ ചെന്ന് ചാടിപ്പോയി പോകുന്ന ആളുകൾ ഒരു അക്രമം പ്രവർത്തിക്കുന്നവരാണ്. നാട്ടിൽ അനാവശ്യവും വിചാരമൊക്കെ നടക്കുന്നത്, ഈ വിവാഹം നടക്കാൻ സമയത്ത് വിവാഹം നടക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാവും. നമ്മളെ രാജ്യത്ത് ഇതാണെങ്കിൽ അറബി രാജ്യത്ത് തല കുത്തനാ. അതായത് മഹർ കൊടുക്കാൻ നിവൃത്തിയില്ല, ഒമ്പിച്ച മഹര. 28, 29, 30 വയസ്സായ പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നത് കേരളത്തിലല്ല, ട്യൂണീസിലും അതുപോലെ ഈജിപ്തിലും അതുപോലെ ഗൾഫ് നാടുകളിലുമാണ്. കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. വിപ്ലവം നടന്നില്ല ട്യൂണീസിൽ. അവിടെ 28, 29, 30 വയസ്സായ എനിക്ക് ചില ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അവർ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല, വലിയ ഭയങ്കരമായ മഹര കൊടുക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ ഒന്ന് അപ്പുറത്ത് ഒന്ന് ഇപ്പുറത്ത്. അപ്പോൾ ഈ 2 കോലത്തിലും ഇടങ്ങേറുണ്ടാക്കുന്ന തരത്തിലാണ് അത്യാചാരങ്ങൾ. അള്ളാഹുവിൻ്റെ സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുന്നത്ത് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലിയുള്ളതും വിട്ടാൽ കുറ്റമില്ലാത്തതെന്നുള്ളതല്ല, ചര്യ എന്നർത്ഥത്തിലാണ് പറയുന്നത്. ഇന്ന നികാഹ സുന്നതി ഫമൻ റഗിബ അന്നി ഫലൈസ മിന്നി. നിക്കാഹ് എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്, മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പോൾ നിക്കാഹ് ഉപേക്ഷിക്കാൻ പറ്റില്ല, അത് ചെയ്തേ പറ്റൂ. ഫർളുഫിർ ബിദാത്തുദ്ദീൻ. എപ്പോഴും നിക്കാഹിൻ്റെ കാര്യം വരുമ്പോൾ ദീനി സംസ്കാരത്തിന് നിങ്ങൾ മുൻഗണന നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സത്യവിശ്വാസികളാവണമെന്നാണ് നോക്കേണ്ടത്. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തെ പോലെ സക്കാത്തിനെ പോലെ അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് പോലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പരിപാവനമായ ഇബാദത്താണ് വിവാഹം എന്നത്. അത്യാചാരങ്ങൾ നടത്തുന്നത് മാത്രമല്ല, നടത്തുന്നിടത്ത് ആള് കൂട്ടി കൊടുക്കുന്നതും അതുപോലെ തന്നെ തെറ്റാണ്. അപ്പം അതുകൊണ്ട് അത്യാചാരങ്ങളിൽ മാറി നിൽക്കണം, വിട്ടു നിൽക്കണം എന്നത് സത്യവിശ്വാസത്തിൻ്റെ ഒരു ലക്ഷണത്തിൽപ്പെട്ടതാണ്. നമ്മൾ നെഞ്ചിൽ കൈവച്ചുക സ്വയം സത്യവിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഈ വക അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതിന് കഴിയില്ലെങ്കിൽ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ച് അതിന് തൻ്റെ ഇടം വാങ്ങലാണ് വേണ്ടത്. അങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്
محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين കാരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികളും നീ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ അകലങ്ങളിലുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവൻ നൽകണേ തമ്പുരാനെ അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ അല്ലാഹു വിവാഹ കാര്യത്തിൽ നിന്റെ പ്രവാചകൻ കാണിച്ചതുപോലെ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ മനസ്സ് അതിലേക്ക് നയിക്കണേ തമ്പുരാനെ അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ അല്ലാഹു ഏരിവരി കൊള്ളുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ നാഥ ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ നാഥ അല്ലാഹു ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് ശാന്തമായി നിന്നിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമായി മാറ്റണേ തമ്പുരാനെ അല്ലാഹു ഖബറിടം പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ മഹ്ശറിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് കപ്പയും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين